സിന്ദാബാദ് റാലി സിന്ദാബാദ് റാലി സിന്ദാബാദ്. സംഘടിക്കാൻ പോരാടാൻ ട്രേഡ് യൂണിയൻ നിയമം പോലും Hello, Mr. Narendra Modi. Hello, Mr. Narendra Modi. സ്വാതന്ത്ര്യത്തിൻ വീരചരിത്ര വിഷമം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ വിനോദത്തിൻ്റെയും ആവശ്യങ്ങളുമെല്ലാം ഉന്നയിച്ചുകൊണ്ടാണ് അവരന്ന് സമരം നടത്തിയത്. അമേരിക്കയിലെ നഗരമായ ചിക്കാഗോയിലായിരുന്നു ആ സമരം. അന്ന് ആ സമരത്തെ അടിച്ചമർത്തി അതിൽ നിന്ന് പിടിക്കപ്പെട്ട ആളുകളെ പിന്നീട് തൂക്കിക്കൊല്ലുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടാണ് ഭരണകൂടം തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ആ സമരത്തെ അമർച്ച ചെയ്തു. പിന്തുടർച്ചക്കാരെന്ന നിലയിൽ അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന തൊഴിലാളി വർഗത്തിൻ്റെ അവകാശം ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പരിപാടികൾ നടത്തി മുന്നോട്ട് പോകുന്നു. നമ്മുടെ രാജ്യത്ത് ഈ കാര്യം നടക്കുമ്പോഴുള്ള സാഹചര്യങ്ങൾ ഇവിടെ ചിലത് സൂചിപ്പിച്ചു. എന്തുമാത്രം പ്രയാസമാണ് നമ്മുടെ തൊഴിലാളി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം. ആഘോഷിച്ചു വരികയാണ്. നേരത്തെ നിലവിലുണ്ടായിരുന്ന തൊഴിൽ നിയമങ്ങൾ പോലും റദ്ദാക്കപ്പെടുന്ന സാഹചര്യമാണ്. ബ്രിട്ടീഷുകാരൻ്റെ ഭരണകാലഘട്ടത്തിൽ നിലവിലിരുന്ന നിയമങ്ങൾ പോലും ആ നിയമങ്ങളിലൂടെ തൊഴിലാളികൾക്ക് ലഭ്യമായിരുന്ന ആനുകൂല്യങ്ങൾ പോലും നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നമ്മുടെ രാജ്യത്ത് 1029 തൊഴിൽ നിയമങ്ങൾ പ്രത്യേകിച്ച് തൊഴിലാളികൾക്ക് കൂടി ഗുണകരമായ രീതിയിൽ വിവിധങ്ങളായ സന്ദർഭങ്ങളിലെ
പക്ഷെ അത്തരമൊരു ട്രേഡ് യൂണിയനുകളുടെ ശക്തമായ ഇടപെടലിനെയൊക്കെ ഫലമായി നേടിയെടുത്തിട്ടുള്ള അവകാശങ്ങൾ അതില്ലായ്മ ചെയ്യാൻ, അതിനെ മാറ്റാൻ, ആ തൊഴിൽ നിയമങ്ങൾ റദ്ദാക്കാൻ, അതിന് പകരമായി 4 ലേബർ കോഡ് എന്ന പേരിൽ 4 നിയമത്തിന്റെ പരിധിക്കകത്ത് എല്ലാ വിഷയങ്ങളെയും ഒതുക്കാൻ ആവശ്യമായ പ്രവർത്തനമാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കഴിഞ്ഞ കാലത്ത് സ്വീകരിച്ചതെന്ന് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അതിനെതിരായ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും തൊഴിലാളികളുടെ സംഘടനകളുടെ യോജിച്ച പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നു വരികയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കർഷകരുടെ സമരം വന്നു. ആ നമ്മൾ പ്രതിജ്ഞ ചെയ്യേണ്ടതും അതാണ്. ഈ രാജ്യത്തെ തൊഴിലാളി വർഗം നാളേറെയായി സമരം ചെയ്ത് നേടിയെടുത്തിട്ടുള്ള അവകാശങ്ങളെ ഹരിക്കാൻ, അതിനെ തകർക്കാൻ, തൊഴിലാളികളെ എല്ലാ അർത്ഥത്തിലും മർദ്ദിച്ചൊതുക്കാൻ ഭരണകൂടം സ്വീകരിച്ചിട്ടുള്ള നടപടികളെ ഞങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന രീതിയിൽ ഇന്നത്തെ ഈ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന മെയ് ദിന റാലികളും തീർച്ചയായും അതിൻ്റെ പ്രക്ഷോഭങ്ങളും അതിൻ്റെ ഭാഗമായി ഉയർന്നു വരുന്ന പ്രക്ഷോഭങ്ങളുമെല്ലാം ഈ ഭരണകൂടത്തിനെതിരെ മുന്നോട്ട് വരും എന്ന് തന്നെയാണ് കരുതുന്നത്. നമ്മൾ ആ വിധത്തിൽ വേണം ഈ കാര്യങ്ങളെ കാണാൻ. അത് വലിയ തോതിലുള്ള യോജിച്ച ഒരു പ്രക്ഷോഭമായി, വ്യത്യസ്തമായ കൊടിയുടെ നിറം നോക്കാതെ, വ്യത്യസ്തമായ രാഷ്ട്രീയ ആശയങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രസ്ഥാനങ്ങളുടെ അഭിപ്രായങ്ങൾ മാത്രം നോക്കാതെ എല്ലാവർക്കും ഒന്നിച്ചു നിന്ന് ഒറ്റക്കെട്ടായി ശബ്ദമുയർത്താൻ കഴിയുന്ന, ആത്യന്തികമായി അധ്വാനിച്ച് രാജ്യത്തിന് സമ്പത്തുണ്ടാക്കുന്ന തൊഴിലാളികളുടെ അവകാശങ്ങൾ അംഗീകരിക്കാതെ ഒരു ഭരണാധികാരിയെയും മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും വരുന്ന ആളുകളിൽ അതിനുള്ള സാധ്യത ഈ രാജ്യത്ത് വളർന്നു വരും എന്നുള്ളതിൽ സംശയമില്ല. നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിലും 1-2 ഘട്ട തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയായെങ്കിലും നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഭരണാധികാരത്തിന് വേണ്ടിയുള്ള, ഈ രാജ്യത്തെ ആര് ഭരിക്കണം തുടർന്ന് എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നടന്നു വരികയാണ്. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നടന്നു വരികയാണ്. അത് 5-6 ഘട്ടങ്ങളിലായി പൂർത്തീകരിക്കുമ്പോൾ ഇനിയും 1 മാസമോ അതിലധികമോ കഴിഞ്ഞിട്ടാണ് തീർച്ചയായും നമുക്കറിയാം നമ്മുടെ ജൂൺ 4-ാം തീയതിയാണ് വോട്ടെണ്ണുന്നത് എന്ന് പറയുന്നത് പോലെ അതോടുകൂടിയാണ് ഈ രാജ്യത്ത് ആര് ഭരിക്കും എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് രാജ്യത്തിൻ്റെ മറ്റ് വിവിധ മേഖലകളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ ഇന്ന് രാജ്യം ഭരിക്കുന്ന ഭരണകക്ഷിക്ക് വലിയ തോതിലുള്ള ആശങ്കകളുള്ള ഉണ്ടായതിനെ തുടർന്ന് വലിയ തോതിൽ കലാപങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുന്ന വിധത്തിൽ വർഗീയമായി, ജാതീയമായി, സാമുദായികമായി ആളുകളെ ഇളക്കിവിടുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അവർ ആ പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നടത്തുന്നത് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്ക്, പെരുമാറ്റച്ചട്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള ആ നിയമത്തെയെല്ലാം മറികടന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അത്തരം നടപടികളൊന്നും കണ്ടില്ലെന്ന് അടിക്കുന്ന വിധത്തിലാണ് നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ളവരുടെ നിലപാടുകൾ എന്നത് നമുക്കറിയാം. ഏതായാലും ഈ സന്ദർഭത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കുമ്പോൾ ഈ രാജ്യത്തെ ഇന്ന് നിലവിലിരിക്കുന്ന തൊഴിലാളി വർഗത്തിനും കൃഷിക്കാരനും സാധാരണക്കാരനും എതിരായി നിൽക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിനെതിരായ ഒരു വിധിയെഴുത്തായി ഈ തെരഞ്ഞെടുപ്പ് അന്തിമമായി തീരും എന്ന പ്രതീക്ഷയും പ്രത്യാശയുമാണ് നമുക്കുള്ളത്. തീർച്ചയായും